എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് വിജയൻ എഴുതിയ ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന അതിമനോഹരമായ ഒരു നോവലായിട്ടാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് കിടക്കാം. വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസത്തെക്കുറിച്ച് ഇന്ന് എഴുതാനിരിക്കുന്ന ഒരാളുടെ മുമ്പിൽ കടന്നു വരുന്ന ഒരു ചോദ്യം ഈ കൃതിയിൽ കൊച്ചു കൊച്ചു പരിഷ്കാരങ്ങൾ വരുത്തുവാനും തനിക്ക് പിൽക്കാലത്ത് സംഭവിച്ച ആത്മീയ പരിണാമത്തിൻ്റെ വെളിച്ചത്തിൽ ഇതിനെ വ്യാഖ്യാനിക്കുവാനും തൻ്റെ സൃഷ്ടിയുടെ പിന്നിലുണ്ടായിരുന്ന പ്രേരണകളെ വിശദീകരിക്കുവാനും നോവലിസ്റ്റ് നടത്തിയിട്ടുള്ള ശ്രമങ്ങളെ മറക്കാൻ കഴിയുമോ എന്നതാണ്. പുസ്തകത്തിൻ്റെ 2ാം പതിപ്പ് തൊട്ട് വിജയൻ തൻ്റെ കന്നി നോവലിൻ്റെ ഉള്ളടക്കത്തിലും ഭാഷയിലും ചില്ലറ മിനുക്കുപണികൾ ചെയ്യാൻ ആരംഭിച്ചു. പഠനത്തിൻ്റെ നേർക്കുള്ള ചെറുതിലെങ്കിലും സൂക്ഷ്മമായ ഈ ഹിംസ അതിൻ്റെ അന്തിമ രൂപത്തിലെത്തിയത് 1994 പുറത്തു വന്ന പുസ്തകത്തിൻ്റെ ഇംഗ്ലീഷ് പതിപ്പിലായിരുന്നു. വിജയൻ തന്നെ നിർവഹിച്ച ഇംഗ്ലീഷ് പരിഭാഷ പുസ്തകത്തിൻ്റെ അന്തർഭാഗത്തെ സ്പർശിക്കുന്ന പല മാറ്റങ്ങളും അടങ്ങിയ ഒന്നായിരുന്നു. നോവൽ മൊഴിമാറ്റം നടത്തിയപ്പോൾ തൻ്റെ കഥാനായകൻ്റെ അന്വേഷണത്തിലെ നിഷേധാത്മകവും അരാജകത്വവും മാറ്റിയതുമായ അംശങ്ങൾ പലതും നോവലിസ്റ്റ് ചേർത്ത് കളഞ്ഞതുപോലെ തോന്നി. തൻ്റെ മനസ്സിൻ്റെ മുറിവുകൾ മൂടി വയ്ക്കുവാനുള്ള രക്ഷാകവചമെന്ന മട്ടിൽ കേന്ദ്ര കഥാപാത്രം കൈയാളുന്ന വിരുദ്ധയോക്തിയും നിന്നയും പരിഭാഷയിൽ ശാന്ത സ്വഭാവം പൂണ്ട ആധ്യാത്മികതയ്ക്ക് വഴികൊടുത്തു. ഖസാക്കിൻ്റെ ഇതിഹാസത്തിൻ്റെ ഉൽപ്പത്തിയെ സംബന്ധിച്ച് നീണ്ട വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം വിജയൻ പറഞ്ഞ കാര്യങ്ങളും ചില അഭിമുഖ സംഭാഷണങ്ങളിലും ലേഖനങ്ങളിലും അദ്ദേഹം നടത്തിയിട്ടുള്ള നിരീക്ഷണങ്ങളും വിരൽ ചൂണ്ടുന്നത് ഒറ്റ ദിശയിലേക്കാണ്. സ്വന്തം കാഴ്ചപ്പാടിലും മൂല്യസങ്കല്പത്തിനും പയ്യെ സംഭവിച്ച ഊന്നൽ വ്യവസ്ഥിതിയിലും പുനർവിന്യാസത്തിനുമായി നോവലിസ്റ്റ് തൻ്റെ ആദ്യ രചനയെ വായിച്ചെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു. തൻ്റെ സർഗജീവിതത്തിൻ്റെ 2ാം പകുതിയിൽ വെച്ച് വിജയൻ ആരംഭിച്ച ഈ തിരുത്തൽ പ്രക്രിയയെ ഏതു രീതിയിൽ നോക്കിക്കാണാം, അല്ലെങ്കിൽ അതിന് എത്രമാത്രം സാധുത കൽപ്പിക്കണം എന്നൊരു ചോദ്യം ഈ കൃതിയുടെ മുൻപിൽ എത്തിപ്പെടുന്ന വായനക്കാരൻ്റെ അല്ലെങ്കിൽ ഒരു വിമർശകൻ്റെ മുൻപിൽ ഉയർന്നു വരുന്ന നിൽപ്പാണ്. ഈ നോവൽ ആദ്യം വെളിച്ചം കണ്ടപ്പോൾ സാഹിത്യ അന്തരീക്ഷത്തിലുണ്ടായിരുന്ന വിസ്ഫോടനത്തിൻ്റെ ഓർമ്മ നിലനിർത്തുവാനും മലയാളിയുടെ സംവേദനക്രമത്തിൽ അത് ഉളവാക്കിയ ഏറ്റുവാങ്ങുവാനും ചെയ്ത മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ തൻ്റെ ബുദ്ധിപരമായ മൂർച്ചയുമായി ബന്ധപ്പെട്ട ഒരു സാഹിത്യ സംഭവമായി ഖസാക്കിൻ്റെ ഇതിഹാസത്തെ മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന ഒരു വായനക്കാരനെ സംബന്ധിച്ചിടത്തോളം വേഗം തീർപ്പ് കൽപ്പിക്കേണ്ട ഒരു കുസൃതി ചോദ്യം കൂടിയാണിത്. ആധുനികത എന്ന പേരിൽ അറിയപ്പെടുന്ന സാഹിത്യ രംഗത്തിൻ്റെ ആവിർഭാവവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഖസാക്കിൻ്റെ ഇതിഹാസത്തെ തുടക്കം തൊട്ട് പലരും വിലയിരുത്തി പോയിട്ടുള്ളത്. ഈ നോവലിൽ ഒരു യുഗപ്പകർച്ചയ്ക്ക് വഴിയൊരുക്കി ഭാഷയിലൂടെ മുറിഞ്ഞുകിടക്കുന്ന സാധ്യതകളെ ഉച്ചരിക്കപ്പെടാതെ ഏതൊക്കെയോ നിലവുകളും അതോടൊപ്പം വാക്കുകൾക്കും പ്രതീക്ഷകൾക്കും അപ്പുറം പടർന്നു വരുന്ന ചില ഭാവങ്ങളുടെയും സാക്ഷാത്കരിക്കുന്നതിൽ ഏറെ മുൻപോട്ട് പോയ ഈ കൃതി മുഴുപ്പത്ത ഒരു സൗന്ദര്യ വിപ്ലവത്തിൻ്റെ സത്ത ഉൾക്കൊണ്ട് 1960കളുടെ ആദ്യ പകുതിയിൽ നമ്മുടെ ചെറു നോവൽ സാഹിത്യത്തിൽ സ്പന്ദിച്ചു തുടങ്ങിയ ചില സന്ദേഹശീലങ്ങളുടെയും കലാപ്രേരണകളും ഖസാക്കിൻ്റെ ഇതിഹാസത്തിൽ വ്യക്തതയും വ്യാപ്തിയും കൈവരിച്ചു. ഒരുപക്ഷെ ഇത്ര തന്നെ പ്രധാനമർഹിക്കുന്ന വേറൊരു വസ്തുത ഖസാക്കിൻ്റെ ഇതിഹാസം യൗവനത്തെ ചേർത്ത് നിൽക്കുന്ന പ്രത്യേകതരം വൈകാരിക കാലാവസ്ഥയിൽ പിറവി കണ്ട ഒരു രചനയാണ് എന്നതാണ്. വിഷാദത്തോടുകൂടി മധുരിക്കുന്ന ചില ശീലങ്ങൾ യുവത്വത്തിൻ്റെ ഉൾക്കാമ്പിൽ നിന്ന് കിനിഞ്ഞ് ഇറങ്ങിയവയാണ്. മരണത്തെ ഓമന കൗതുകത്തോടെ വീക്ഷിക്കുന്ന ഒരു പ്രായത്തിൻ്റെ സാഹസികതയാണ് ഈ കൃതിയിലെ നിഷേധ വ്യഗ്രതമായ ജീവിതസങ്കല്പത്തിന് മുന്നിൽ കുടികൊള്ളുന്നത്. സ്വപ്നങ്ങൾ ജീർണിക്കുന്നതും പ്രത്യയശാസ്ത്രങ്ങൾ മനുഷ്യനു ചുറ്റും മുൾവേലികളും തടവുപാളുകളും തീർത്തുകൊണ്ട് വിജയാഘോഷിക്കുന്നതും തുടങ്ങി പകച്ചു നിൽക്കുന്ന ഒരു യുവഹൃദയത്തിൻ്റെ നിലയ്ക്കാത്ത സന്ദേഹങ്ങളാണ് ഈ നോവലിൽ ആവർത്തിച്ചു കടന്നു വരുന്നത്. ചോദ്യങ്ങളും അപൂർവ വിരാമങ്ങളുമായി പരിണമിച്ചത് മനഃശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു വെച്ചിട്ടുള്ളവരിൽ
ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട വഴിത്തിരിവുകളിലൊന്നായ യൗവന കാലഘട്ടത്തിൽ ഒരു വ്യക്തി കടന്നുപോകുന്ന സ്വത്വ പ്രതിസന്ധിയുടെ തീക്ഷ്ണമായ രൂപമാണ് ഈ നോവലിലെ അനുഭവബോധത്തെ നിർവചിക്കുന്നത്. മധ്യവയസ്സിൽ അല്ലെങ്കിൽ വാർദ്ധക്യത്തിൽ കൈവന്ന പക്വത പൂണ്ട തിരിച്ചറിവിൻ്റെ പിൻബലത്തിൽ നോവലിസ്റ്റ് തൻ്റെ നഷ്ടഭൂതകാലത്തിൻ്റെ ഭാഗമായ ഒരു കലാസൃഷ്ടിയിൽ ഭേദഗതി വരുത്തുവാനും അതിനെ തിരുത്തി വായിക്കുവാനും ശ്രമിക്കുന്നത് നാം സഹാനുഭൂതിയോടെ നോക്കിക്കാണേണ്ട ഒരു ചെറു വിനോദത്തിൽ കവിഞ്ഞൊഴുങ്ങിയത് ഇത് നിൽക്കുമോ? അങ്ങനെ ഖസാക്കിൻ്റെ ഇതിഹാസം ഒരു എഴുത്തുകാരന് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം നടത്താൻ സാധിക്കുന്ന ഒരു സൃഷ്ടിയാണെന്ന തോന്നൽ മുൻനിർത്തിക്കൊണ്ട് തിരുത്തൽവാദിയായ വിജയന്റെ കൈകളിൽ നിന്ന് അദ്ദേഹത്തിന്റെ ആദ്യ രചന രക്ഷപ്പെടുത്തേണ്ടത് ഉത്തമ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാനിവിടെ നടത്തുന്ന പഠനത്തിൽ 1969 വെളിച്ചം കണ്ട പുസ്തകത്തിൻ്റെ 1-ാം പതിപ്പിനെ പ്രമാണമായി കൈക്കൊള്ളുകയാണ്. സാഹിത്യ ഗവേഷണത്തിലെ അംഗീകൃത മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായ ഒരു രീതിയാണിത് എന്നറിഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ ചെയ്യുന്നത്. അപ്പം എല്ലാവർക്കും താങ്ക് യു. ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന നോവലാണ്. അത് വിവർത്തനം ചെയ്തേക്കുന്നത് നമ്മുടെ ഡോക്ടർ വി രാജകൃഷ്ണനാണ്. അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു പുതിയ നോവലുമായിട്ട് വരുന്നതായിരിക്കും. ശുഭരാത്രി.